എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കാഠ്മണ്ഡു യാത്ര അങ്ങനെ തിരിച്ചത് ഇന്ത്യ നേപ്പാൾ ബോർഡറിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ എത്തി. എത്തി. ഇനി ഏതാനും മീറ്റർ കൂടെ ഉള്ളൂ നമ്മൾ ഇന്ത്യയിലേക്ക് കയറും. വെളുപ്പിന് 2:30 ആയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതാ. ഇപ്പൊ സമയം 6:30. കുറച്ചു നേരം കിടന്നുറങ്ങി. ഈ പൊറോട്ട എടുക്കുന്ന വണ്ടി എല്ലാം ഇനി ഇന്ത്യയിലേക്ക് കയറാനുള്ള ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട്. മുന്നിലും കുറേ വണ്ടികളുണ്ട്. കാലിവണ്ടിക്ക് അങ്ങനെ ഇനി കസ്റ്റംസ് ക്ലിയറൻസ് ഒന്നുമില്ല, കാരണം ലോഡൊക്കെ കൊണ്ട് ഇറക്കി. അപ്പൊ ഇനിയിപ്പോൾ അതിന്റെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്, അതൊക്കെ ഇവിടെ കൊടുത്തിട്ട് അങ്ങ് പോയാൽ മതി, എൻട്രി ചെയ്തിട്ട് പോയാൽ മതി. പക്ഷെ ഇപ്പൊ ഈ കിടക്കുന്ന വണ്ടി എല്ലാം രാവിലെ ഇപ്പൊ എല്ലാരും കിടന്ന് ഉറങ്ങുവാ രാത്രി കൊണ്ടുവന്ന് നിർത്തിയിട്ട്. പുത്ത ട്രാവൽ വ്ളോഗിലെ K2K കാഠ്മണ്ഡു ടു കേരള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നേപ്പാളിന്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് ആയ ഭൈരവയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിലെ ഇറങ്ങി വന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടോ ആ വണ്ടി ഇറങ്ങി വരുന്ന വഴിക്ക്. അപ്പം മുത്തിന്റെ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് കയറാൻ പോവാ. ഇന്റർനാഷണൽ ട്രിപ്പ് ഇപ്പൊ നാഷണൽ ട്രിപ്പ് ആവും. അതെ. അപ്പം പേപ്പർ സബ്മിറ്റ് ചെയ്യാനായിട്ട് അച്ഛൻ അങ്ങോട്ട് വയ്ക്കാം. അതെ, ഭൈരവ കസ്റ്റംസ് ഓഫീസ് അവിടെ ഉണ്ടമ്മ ക്ലിയറൻസിന്റെ സെക്ഷൻ ഓഫീസ് അതെയാ കാണുന്നത്. അപ്പൊ അങ്ങോട്ട് പോകുന്ന വണ്ടികളൊക്കെ അവിടെ ചെക്ക് പോസ്റ്റിന്റെ അകത്തൂടെ കയറി നമ്മൾ വന്നവരെ വരുന്നത്. തിരിച്ചുള്ള വണ്ടികൾ ഇവിടെ ഓഫീസ് ഉണ്ട്, അവിടെ പോയി എൻട്രി ചെയ്തിട്ട് വന്നാൽ മതി. അപ്പം 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചിറങ്ങണം. 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചിറങ്ങാത്തോണ്ട് ഫൈനാന്ന് തോന്നുന്നു. അവിടെ കാര്യങ്ങൾ സംസാരിച്ചു എത്ര രൂപ അടയ്ക്കണമെന്നൊക്കെ വരുമ്പോഴേ അറിയത്തുള്ളൂ ഇനി. അവിടെ പിന്നെ കോമ്പൗണ്ടിനകത്ത് ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. രാവിലെ തന്നെ ക്യൂ കണ്ടില്ലേ അവിടെ വണ്ടി എടുക്കുന്ന ഇഷ്ടം പോലെ. നമ്മൾ അതുവഴി അങ്ങോട്ട് കയറിപ്പോയി, ആ ലോറികളൊക്കെ കയറി പോന്ന വഴി. അതെ, അച്ഛൻ വരുന്നുണ്ട്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് നേപ്പാൾ. അങ്ങോട്ട് പോയതുപോലെ ചടങ്ങൊന്നുമില്ല തിരിച്ചിറങ്ങി വരാൻ, പെട്ടെന്ന് തന്നെ വരാം. അങ്ങോട്ട് കയറി പോകാനാ കുറെ ചടങ്ങുകളൊക്കെ ഉള്ളത്. നേരെ ഇതേ ഇന്ത്യയിലേക്ക് കയറുന്നു. വെൽക്കം ടു ഇന്ത്യ. ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുക, എത്ര പേരാ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ നേപ്പാളിലെ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ വെൽക്കം ടു ഇന്ത്യ, ഭാരത് ആഗമൻ പർ ആപ്കാ ഹാർദിക് സ്വാഗത് ഹേ. അങ്ങനെ എൻ്റെ ഇന്റർനാഷണൽ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഇന്ത്യയിലേക്ക് കയറി. ഈ വണ്ടികളെല്ലാം കണ്ടോ നേപ്പാളിലേക്ക് പോകാനുള്ള വണ്ടികളാണ്. ഇന്ത്യൻ കസ്റ്റംസ് സൊനോലി. ഇപ്പം നമ്മൾ തിരിച്ച് സൊനോലി ബോർഡറിലെത്തി. മുന്നോട്ട് നീക്കി നിർത്താൻ പറയുന്നുണ്ട്, പക്ഷേ ഇവിടെല്ലാം വഴിയെല്ലാം മൊത്തം നോക്കി. മുന്നോട്ട് പോകുന്നത് ചടങ്ങാണ്. ട്രാക്ടറൊക്കെ ഇങ്ങോട്ട് മാറണം, എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകത്തുള്ളൂ. കാഠ്മണ്ഡു ഈ സൈഡ് ഉണ്ട് എന്ത് കാറുകളാണ് കിടക്കുന്നതെന്നുണ്ടോ. അതെല്ലാം ടാക്സി വണ്ടികളാ. ഓരോ വണ്ടികൾ പോകുന്നേ ഉള്ളൂ. എല്ലാരും രാവിലെ ഭയങ്കര സ്നേഹമാണ്. അതിൻ്റെ നിറയെ വഴി വന്ന് ഫ്രണ്ടിൽ ബ്ലോക്ക് ആയപ്പോഴേക്കും നാട്ടുകാർക്ക് ഓടി വന്ന് ഫ്രണ്ടിലുള്ള വണ്ടികളെല്ലാം മാറ്റി വരുന്നുണ്ട്. നമ്മളാ ഇവിടെ വഴി ബ്ലോക്ക് ചെയ്തേക്കുന്നേട്ടോ. നമ്മളെ വഴി ബ്ലോക്ക് ആക്കി നിർത്തിയേക്കുന്ന. നമ്മളെ വഴി ബ്ലോക്ക് ആക്കിയിരിക്കുന്ന. അവരിവിടെ നിക്കാൻ പറഞ്ഞത് കസ്റ്റംസ് ഓഫീസിൽ നിന്ന് ഇവിടെ നിക്കാൻ പറഞ്ഞു. അവിടെ ഓഫീസിൽ പോയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ കസ്റ്റംസിലും നമ്മുടെ വീട്ടു സാധനത്തിൻ്റെ പേപ്പറെല്ലാം കൊടുത്ത് അവരെ കാണിച്ച് ഇനി നമുക്ക് പോവാം. അവിടെ വെളിയിലിരുന്ന 2 പേർക്കേ അവർക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അപ്പോൾ പിന്നെ അകത്ത് ഓഫീസറെ കാണിച്ചു പേപ്പറേ ഈ വീട്ടു സാധനത്തിൻ്റെ. അപ്പോൾ ഇനി നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പൊക്കളാൻ പറഞ്ഞു. ഇവരെല്ലാം നമ്മൾ കിടന്ന പോലെ കിടക്കുകയാണല്ലോ. അതെ അതെ. ഗ്യാസ് വണ്ടി എത്ര എണ്ണം കിടക്കുന്നതെന്ന് നോക്കിയേ. NH24 ടോൾ റോഡ് സ്റ്റാർട്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് ടോളൊക്കെ കൊടുത്തങ്ങ് പോവാം. നല്ല വഴിയിൽ കൂടെ പോവുകയും ചെയ്യാം. അതെ. ഫൈൻ എത്ര രൂപയായി? ഫൈന് ഒരു ദിവസം 2500 രൂപയാ. എന്ത് ലോറികളാ കിടക്കുന്നേന്നുണ്ടോ. ഇവിടെ ഇതെന്നും ഇങ്ങനെ തന്നെയാ കേട്ടോ. അപ്പം എപ്പോൾ വന്നാലും ഇവിടെ 3-4 ദിവസം കിടക്കാന്നുള്ള കണക്കൂട്ടിൽ വന്നാൽ മതി. എങ്ങനെയാണെങ്കിലും ബോർഡർ പാസ്സാകണ ഒരു 3-4 ദിവസം എടുക്കുന്നു കേട്ടോ. എന്ത് ലോറികൾ കിടക്കുന്നത്. നമ്മൾ അന്ന് വന്നതിൽ കൂടുതൽ വണ്ടികളുണ്ടോയെന്ന ഒരു സംശയം.
രണ്ട് സൈഡിലും വണ്ടികൾ. അവിടെ 2 ലൈൻ കിടപ്പുണ്ട്, ഇപ്പുറത്തെ ഈ സർവീസ് റോഡിലും കുറേ വണ്ടികളുണ്ട്. ഇവര് ഇങ്ങനെ ഈ കിടപ്പല്ലേ ശരിക്കും പറഞ്ഞാലേ. അതെ അതെ, നമ്മുടെ ആ ലോഡിൻ്റെ റിസീവ്ഡേ അവിടെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഈ പമ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആകാം. ഫ്രഷ് ആയിട്ട് പോയി. വണ്ടി ഇവിടെ ഈ സൈഡ് ചേർത്തങ്ങിടാല്ലേ? ഈ സൈഡിൽ വേണം ഇടാം, ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇറക്കി ഇടാൻ പറ്റുമെന്ന് നോക്കാം. സവാള വണ്ടിയൊക്കെ അങ്ങോട്ട് നേപ്പാൾ പോകാനുള്ള വണ്ടികളാണ് കിടക്കുന്നതല്ല. അപ്പം നമ്മുടെ കയ്യിൽ കുറേ നേപ്പാളി റുപ്പി ഉണ്ടായിരുന്നു, അതൊക്കെ ഇത് നമ്മുടെ ഗണേശൻ്റെ കൊടുത്ത് ബാക്കി ഇന്ത്യൻ റുപ്പി മേടിച്ചു. ഇതെല്ലാം ഈ പച്ചക്കറി വണ്ടികൾ ഇങ്ങനെ കയറി വരും, അതായത് സവാള വണ്ടികളാണ് കയറി വരുന്നത് മൊത്തം. ഇന്ത്യയുടെ കസ്റ്റംസിൻ്റെ പാർക്കിംഗ് അവിടെ പണി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്, വലിയ പാർക്കിംഗാണെന്നാണ് പറഞ്ഞത്. എന്നാലും പിന്നെ ഈ വഴി കിടക്കേണ്ടി വരികയില്ല, അതിനകത്ത് കയറ്റിയിടാം. എന്നാലും ഇത്രയും വരുന്ന വണ്ടികൾ കയറ്റിയിടാനും വേണ്ടിയിട്ട് എന്നാ പാർക്കിംഗ് ഉണ്ടാക്കിയാല. ഇന്ത്യൻ സിമ്മൊക്കെ എടുത്ത് തരണം, മറ്റേ സിമ്മിനെയും കൈ വെച്ചാൽ മതി. ഇനി എപ്പോഴേലും നേപ്പാൾ പോകുമ്പം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതെ, വണ്ടികൾ ഇത്രേ ഉള്ളൂ. നമ്മൾ വന്നപ്പോൾ ഉള്ള അത്രയും വണ്ടികൾ ഇല്ലെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിൽ വണ്ടികൾ ഇല്ലല്ലോ. നമ്മുടെ ബ്ലോക്കിലുള്ള ഇവിടുന്നാ ശരിയാ, ഇവിടുന്നാ തുടങ്ങിയത്. എന്നെ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ കസ്റ്റംസ് ക്ലിയറൻസിന്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്നാ ഈ മണ്ണ് കണ്ടോ, എന്നാ പൊടിയാന്ന് നോക്കി. ഞാൻ പറയാൻ തുടങ്ങായിരുന്നു, എന്നാ പൗഡർ പോലത്തെ മണ്ണാന്ന്. ഇവിടെ എല്ലാം ഹൈവേയുടെയും പണി നടന്നുകൊണ്ടിരിക്കുക. എന്നാണേലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രാവശ്യം അല്ലേ മൊത്തം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് പോയപ്പോ വേറൊരു കാര്യം നടന്നായിരുന്നു. നമ്മളിപ്പോ നിർത്തിയ പമ്പില്ലേ, അവിടെ ഞങ്ങൾ കുളിക്കാൻ പോയില്ലേ, ഞാൻ അമ്മയും കൂടെ. അപ്പൊ ഇങ്ങനെ കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോ അമ്മ ഇവിടെ വെളിയിൽ നിന്ന് അവിടുത്തെ മാനേജറായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം പുള്ളി ചോദിച്ചു, എന്തിനാ ഈ വണ്ടിയിലൊക്കെ പോയി കഷ്ടപ്പെടുന്നേ, എന്താ കമ്പ്യൂട്ടർ ഒക്കെ ചെയ്യാൻ അറിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം. അപ്പൊ ചോദിച്ചു എന്തേലും പഠിച്ചു, ബികോം കഴിഞ്ഞു. അപ്പൊ എന്നൊരു കാര്യം ചെയ്യും, എന്റെ കൂടെ ഇവിടെ ഓഫീസിൽ ഇരുന്നോ, വണ്ടിയിലൊന്നും പോയി കഷ്ടപ്പെടണ്ട, മാസം ഞാൻ 12,000 രൂപ ഫ്രീ ഫുഡ് സ്റ്റേയും തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എന്താ ഓണറാ, ഡ്രൈവർ മാത്രല്ല, അപ്പൊ ഞാൻ സ്വന്തം വണ്ടിയാ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നീ അതൊന്നും വേണ്ട, ഇതൊക്കെ കഷ്ടപ്പെട്ട പരിപാടി, ഇവിടെ ഇരുന്നോളാം പറഞ്ഞു. എന്തിനാ ലോറിയെ പോയി കഷ്ടപ്പെടുന്ന, എന്തിനാ ഈ ചെറുപ്രായത്തിൽ ലോറിയെ പോയി കഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞു ഞാനിനി പഠിക്കാൻ പോകും, പഠിത്തം നിർത്തിയിട്ടൊന്നും ഇല്ല. അപ്പൊ ഇവിടെ പറഞ്ഞു അങ്ങനെയല്ല, ഇവിടെ ഇരുന്നോളെന്ന് പറഞ്ഞിട്ട്. ഗ്യാസിന്റെ ക്യൂ ആണെന്ന് തോന്നുന്നു. ഗ്യാസിന്റെ ക്യൂ ഉണ്ടല്ലോ ഇപ്പോഴും. അങ്ങോട്ട് പോയപ്പോഴത്തെ അത്ര ഇല്ല. അങ്ങോട്ട് പോയപ്പോ വഴി ഫുള്ള് ലൈനായിട്ടുണ്ടായിരുന്നല്ലോ കുറ്റിയായിട്ട്. ഇപ്പൊ അത്ര ഇല്ല. പക്ഷെ രാവിലെ ആയതുകൊണ്ട് ആൾക്കാർ നേരത്തെ വന്ന് ക്യൂ നിൽക്കുക. കുറെ ദിവസങ്ങളായിട്ട് ടോളൊന്നും ഇല്ലായിരുന്നു. നമ്മളിതേ നല്ല റോഡിലേക്ക് കയറി ടോളും തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുതിയ ടോൾ ബൂത്താണ്. എനിക്ക് എന്നാ വീതി കുറവാന്ന് നോക്കി, കഷ്ടി വണ്ടി പാസ്സായി പോവുള്ളൂ. നമുക്ക് ഇവിടെ ഈ തണലത്ത് നിർത്തിയാൽ നാസ്ത ഉണ്ടാക്കി കഴിക്കാം. പുട്ടുപൊടി അവിടെയാണോ ഇരിക്കുന്നത്? പുട്ടുപൊടി ഇവിടെ ഒരു പാത്രത്തിലാണ് വെച്ചേക്കുന്നത്, പൊടികളൊക്കെ. ഇന്ന് രാവിലെ വെള്ളം നിറയ്ക്കുകയാണോ? ഇത് കറക്റ്റ് സമയമായിരുന്നല്ലോ. ഞാനിന്ന് ബക്കറ്റിൽ വെള്ളം ഒരു വീടുണ്ടല്ലോ, അവിടെ നിന്ന് എടുക്കാമെന്നുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ വണ്ടിക്കാരൻ എന്നെ കണ്ടപ്പോഴേ വിളിച്ചു. നല്ല തണുത്ത വെള്ളം, ഫിൽറ്റർ വെള്ളം. നല്ല തണുപ്പ്. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് ഇതുണ്ടോ, ടയറെ കയറിയ ഒരു സാധനമാണ്. കാലി വണ്ടിയാണ്ട് ഇതുണ്ട്, ഇവിടെ ഇരുന്നാ അധികം കയറിയിട്ടില്ലായിരുന്നു. എന്നാലും ഒടിച്ച് വെള്ളം ഒഴിച്ച് നോക്കണം നമുക്ക്. ഉള്ളിലേക്ക് കയറിയിട്ടില്ല, ശരീരം കയറിയിട്ടില്ല. ഇതുണ്ടോ, ഇത് നേരത്തെ എങ്ങനെ കയറിയാ? ലീക്കുണ്ടോന്ന്? ഓ ഇല്ല, അകത്തോട്ട് കയറിയില്ല, ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇന്ന് രാവിലെ പുട്ടും പഴവും, വേറൊന്നുമില്ല, കേരള പുട്ടും നേപ്പാളി പഴവും. വേഗം നടച്ചോ, ഒറ്റയിടിക്ക് പൊട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തേങ്ങയും കൂടെ വിചാരിക്കണ്ടേ? അപ്പഴേ നമുക്ക് ചോറും കൂടെ വെച്ചേക്കാം. അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ലോഡ് കയറ്റാൻ ചെല്ലുമ്പോഴേ അവിടെ പിന്നെ സൗകര്യമൊന്നും കാണത്തില്ല. ലോഡ് കൺഫേം ആയില്ല. അതെ, അരിക്ക് വേദന എടുക്കും ഇങ്ങനെ കരിയാൽ. അരിക്ക് വേദനയൊന്നും എടുക്കുന്നില്ല. തേങ്ങ വേഗം ചിരണ്ടി തരാന്. പുട്ട് ഇപ്പം റെഡി ആയേനെ.
നമ്മളെ തേങ്ങ കയറിൻ്റെ ഒക്കെ കോയയുടെ പണിയാണ് കേട്ടോ. ഇല്ല, ഈ വണ്ടി ഓടിയതേ ഉള്ളൂ. വണ്ടി ഓടിയതും കഞ്ഞിയിടും. അതുപോലെ അപ്പൊ നമുക്ക് ആദ്യത്തെ പുട്ട് അങ്ങോട്ട് വയ്ക്കാം. മുത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവും. അതെ അതെ അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പുട്ടുണ്ടാക്കുന്നത്. ആ നേപ്പാളിലായിരുന്നു രാവിലെ വല്ല സ്നാക്സും, ഉച്ചയ്ക്കാകുമ്പോ കുറച്ച് ചോറും താലിയൊക്കെ കിട്ടിയേനെ. അതൊക്കെ ടൗണിലാണേലേ ഈ സ്നാക്സ് ഒക്കെ കിട്ടുള്ളൂ. ആ, താലി എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മളിപ്പോൾ അതുണ്ട്, നമ്മളിപ്പം കാഠ്മണ്ഡുവിലായിരുന്നോണ്ട്. അല്ലാത്തുള്ളിടത്താണ്. എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് എത്ര താലി വേണം? ഞാൻ തരാം. അതെ, വേണ്ട. ഇതൊരു താലിയായിരിക്കുന്നത്, താലിക്കുള്ള സാധനമാണ് ഇത്. പുട്ടിൻ്റെ ആവിയൊക്കെ നല്ല പോലെ വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പുട്ട് റെഡിയാവും. അപ്പോൾ അതെ, നമ്മുടെ പുട്ട് റെഡി. വേഗം കൈ കഴുകിയിട്ട് വന്നാൽ ചൂടോടെ പുട്ട് കഴിക്കാം. ഞാൻ കഴിച്ചേക്കാം. പുട്ട് എങ്ങനെയുണ്ട്? പൂ പോലെ മൃദുലം. അതെ, ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടണ്ടേ, അതുകൊണ്ടാ. അങ്ങനൊന്നുമല്ല, ഉള്ള കാര്യമുള്ള പോലെ പറയും അല്ലേ, അത്രേ ഉള്ളൂ. അതെ അതെ. ഇവിടെ ഒരു ചായയും കൂടെ വെക്കാം. ശകലം പുട്ട് കഴിച്ചോ കേട്ടാ. ഉണ്ട്, അടിപൊളി പുട്ടല്ലേ. കൊച്ചിനെ പുട്ടിന് ഇച്ചിരി കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന ഇഷ്ടം. കറി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വാരി കൊടുക്കുക. നമുക്ക് പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറി. ചിക്കൻ കറിയും പുട്ടുവോ? നല്ല പുട്ടും പയറ് കറിയും, പുട്ടും കടലക്കറിയും. പയറും കടലൊന്നുമില്ല, കടല കുഴപ്പമില്ല. കാരണം കടല ചിക്കൻ പോലെ വെച്ചാൽ ഓക്കെ. എന്നാൽ ഇച്ചിരി മീൻ കറിയായാലോ? അതെ, അയ്യോ പുട്ടിനോട് മീൻ കറിയോ? നല്ലതാ. അല്ല, ചിറ്റയോട് ചോദിച്ചു നോക്ക്. ചൂട് നാടൻ കാപ്പിപ്പൊടി ഇട്ട് കാപ്പി, പാൽക്കാപ്പി. തനിക്ക് വേണോ ഇച്ചിരി കാപ്പി? എനിക്ക് വേണ്ട. കാപ്പി വേണ്ട, കാപ്പി ഞാൻ ഒന്നും കുടിക്കില്ല. കഴിച്ചു കഴിഞ്ഞാണ്. അതെ, ഇച്ചിരി വൻപയർ മെഴുക്കുവരട്ടിയും കൂടെ വെക്കാം. പയറൊക്കെ കഴുകി ചൂടുവെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ ഇനി അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചട്ടിക്കകത്ത് പുട്ട് കഴിച്ചാൽ വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ ഇച്ചിരി മീൻകറിയോ ഒക്കെ ആണെങ്കിൽ അതിനകത്തോട്ട് ഇച്ചിരി ചോറൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. മീൻകറിയുടെ ചട്ടിയാണെങ്കിൽ ഇത് പുട്ടിനകത്ത് ചായ ഒഴിച്ചോ, കാപ്പി ഒഴിച്ചോ? ഞാൻ കഴിച്ചപ്പോഴത്തേനേ സവോളയൊക്കെ അരിഞ്ഞു വെക്കണ്ടായിരുന്നോ? അപ്പം മെഴുക്കുവരട്ടി റെഡി ആവുമല്ലായിരുന്നോ? പറയണ്ടായിരുന്നോ? തേങ്ങ ഇരുന്നുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു ചമ്മന്തിയും കൂടെ അരക്കുകയാണ് കേട്ടോ. തേങ്ങാ ചമ്മന്തി. ആ, ക്യാമറാമാന് പയറ് മെഴുക്കുവരട്ടി ഇഷ്ടം, അതുകൊണ്ട് ഇന്ന് മെഴുക്കുവരട്ടി വെക്കുന്നത്. പിന്നെ അതിനാ എനിക്ക് പയറ് മെഴുക്കുവരട്ടി ഇഷ്ടമൊന്നുമില്ല. തോരനായിരുന്നു ഇഷ്ടം. ആ, എനിക്ക് മെഴുക്കുവരട്ടി ഇഷ്ടം. അതാ പറഞ്ഞേ, ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് എണ്ണയൊക്കെ അതേ ചൂടായി. അതെ, കടുകൊക്കെ ചൂടായി. അല്ല, കടുകല്ല, എണ്ണ ചൂടായി. രണ്ട് വറ്റൽമുളകൊക്കെ ഇട്ട് വെക്കും. ഇനി രണ്ട് പച്ചമുളക് ഇടാം. ഇനി രണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇടാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടതാണ് നമ്മൾ വൻപയർ വേവിച്ചെടുത്തപ്പോൾ, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടു. ഞാൻ എണ്ണയ്ക്കകത്ത് കടുകും വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ഇട്ട് കഴിഞ്ഞ് മുളക് പൊടി ഇട്ടിട്ടായിരുന്നു സവാള ഇടുന്നത്. മറന്നുപോയി, പെട്ടെന്ന് ഇങ്ങനെ ഇട്ടു. മുളക് പൊടി ഇടാൻ മറന്നുപോയോ? ഇതല്ല, പയറ് നമ്മളെ ചൂടുവെള്ളത്തിനകത്ത് ഇച്ചിരി നേരം വെച്ചോണ്ട് പെട്ടെന്ന് വെന്തു ഉണ്ട്. ഇവിടെ നമുക്കിനി പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടി, ലേശം കുരുമുളക് പൊടി. ഇച്ചിരി എരിവ് ഇരിക്കട്ടല്ലേ. എരിവ് വേണോ? വലിയ എരിവ് വേണ്ട. ഇത് നല്ലപോലെ ഒന്ന് മൂത്തിട്ട് നമുക്ക് ഈ പയറിട്ട് കൊടുക്കാം. മൂത്തു. ഇപ്പോൾ സ്വാദിഷ്ടമായ വൻപയർ മെഴുക്ക് വരട്ടി റെഡി. അതെ, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ എല്ലാവരും? പിന്നെ നല്ലതായിരുന്നു. ഉച്ചക്കത്തെ ചോറുമായി.
അത് രാവിലെ ഒരു ഉണർവായി. അതെ, ആയില്ലേ, എനിക്ക് തോന്നി ആ പുട്ടിന്റെ ഒരു ശക്തിയേ. അതെ അതെ, ഇന്നത്തെ ദിവസം മൊത്തം തള്ളാനുള്ള ലോഡും കൂടെ നമുക്ക് തള്ളിക്കയറ്റിയേക്കാം. മിക്കവാറും വേണ്ടി വരും. നിങ്ങൾ തള്ളിയാലോന്ന് ഓർത്ത് ഞാൻ മനഃപൂർവ്വം പുട്ട് കുറ്റിക്കകത്തല്ല പുട്ടുണ്ടാക്കിയത്, ചിരട്ടക്കകത്താ. അവിടെ കൊയ്ത്ത് നടക്കുവാണോ? അതെ അതെ, കൊയ്ത്ത ഗോതമ്പ് കൊയ്യുന്നത്. ഇത് വലിയൊരു കുളം, ഇഷ്ടം പോലെ വെള്ളം. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഗോതമ്പ് മാത്രമേ ഉള്ളൂ. ഇതുണ്ട്, ഇത് മല്ലിത്തോട്ടം. ഓ, മല്ലി കുറച്ചല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഗോതമ്പല്ലേ. കുറച്ചുള്ളതിലും അത് മല്ലിയല്ലേ. ഗോരഖ്പൂർ 73 കിലോമീറ്റർ. ഗോരഖ്പൂരിൽ നിന്ന് നമുക്ക് മിക്കവാറും ലോഡ് കിട്ടാൻ സാധ്യതയുള്ളൂ. നമ്മൾ കാഠ്മണ്ഡുവിനോ അല്ലെങ്കിൽ നേപ്പാളിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് എവിടെ വന്നാലും അവിടെ നിന്നൊന്നും ലോഡ് കാണുകയില്ല. തിരിച്ച് കാലി വന്ന് UP-ന്നോ ബീഹാറിൽ ലോഡ് കയറ്റാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നാണെങ്കിൽ തറ വാടകയായിരിക്കും, ഒട്ടും വാടകയില്ല. റോഡ് പണിക്കാരുടെ പ്ലാന്റ് ആയത്. ഈ പാലം ഓപ്പൺ ആയിട്ടില്ല. കൊയ്ത്തന്ത്രമൊക്കെ വരുന്നു ഈ ഗോതമ്പ് കൊയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എന്നാ വീതിയാണ് ഇവിടെ. ആ ബൈപ്പാസ് ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ദൂരം നമ്മുടെ പഴയ റോഡിൽ കൂടെ പോകുന്നത്. ഇതിന് ഗോതമ്പാണോ? ഗോതമ്പാന്ന് തോന്നുന്നല്ലേ? ആണെന്ന് തോന്നുന്നു. ഈ വണ്ടിയിൽ ഇപ്പോൾ വന്ന സാധനം എന്താ, വെയിറ്റ് കുറഞ്ഞ സാധനം എന്താണെങ്കിൽ ഫർണിച്ചർ പണിയുന്നുണ്ടോ തടിയുടെ? അതൊക്കെ ഇവിടെ എല്ലാം ഉണ്ടല്ലേ. ए गांव का नाम क्या है? കൊൽഹുയി ബസാർ. कौन सा बसार है? കൊൽഹുയി. കൊൽഹോയി, ഡിസ്ട്രിക്ട് മഹാരാജ്ഗഞ്ച. അതൊക്കെ പറഞ്ഞാലേ നമ്മളിപ്പം ഇന്ത്യയിലേക്ക് കയറിയല്ലോ. ഏത് പ്രവിശ്യയിലാ? ഉത്തർപ്രദേശ് ആ, പ്രവിശ്യ. പ്രവിശ്യ ഏതാ മുട്ടേ? ഗോരഖ്പൂർ പ്രവിശ്യ. അതല്ല. ഇല്ല, ശരിയാ ശരിയാ. പ്രവിശ്യ എന്ന് പറയുന്നത് നേപ്പാളില്. ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് പ്രവിശ്യയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലുംബിനി പ്രവിശ്യയിലുള്ള ഭൈരവയിൽ നിന്നും ആ അതെ, ഉത്തർപ്രദേശിലെ സൊനാലിയിലാണ് ഇപ്പോൾ ഉള്ളത്. സൊനാലിയൊക്കെ കഴിഞ്ഞു പോന്നു. സൊനാലി കഴിഞ്ഞു, ഇപ്പൊ ഗോരഖ്പൂർ എടുക്കാറായി. നീ ഇപ്പോഴേ നാട്ടിലോട്ട് തന്നെ ഒരു ലോഡ് കിട്ടിയായിരുന്നു, നമുക്ക് നേരെ വീട്ടിലേക്ക് അല്ലായിരുന്നു. എങ്ങോട്ടാ വേണ്ടേ? ഏറ്റുമാനൂരിനാണോ? ആ, ഏറ്റുമാനൂരോ കോട്ടയത്തിനോ ആണേലും കുഴപ്പമില്ല അല്ലേ? ഇനി കുറച്ചുകൂടെ സൗകര്യത്തിന് വീണ്ടും തൊട്ടടുത്ത് എവിടെയെങ്കിലും കിട്ടിയാലും കുഴപ്പമില്ല. അതെ, ചെറുവാണ്ടൂരിനാണേലും കുഴപ്പമില്ല അല്ലേ? ആ, ഗോതമ്പൊക്കെ ചാക്കിനകത്ത് അടുക്കി വെച്ചേക്കുന്നുണ്ടോ? ഇനിയിപ്പോ ഇവിടുന്ന് ഗോതമ്പിലോടൊക്കെ കാണും ചിലപ്പം, പക്ഷെ നമുക്ക് നാട്ടിലേക്ക് കിട്ടാൻ പാടാ. ഇന്നാളെ നമ്മള് ലക്നൗ വന്നിട്ട് പോയപ്പം ഗോതമ്പും കൊണ്ടല്ലേ പോയത്? അതെ, മൈസൂറിനല്ലായിരുന്നു അന്നേരം. ആ, ലോഡ് വല്ലതും സെറ്റ് ആയോ? ലോഡ് കുറച്ചുകൂടെ കഴിഞ്ഞറിയാം. ഗോരഖ്പൂരിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പം ഇവിടെ വന്ന് വീണ്ടും നമ്മൾ ഹൈവേയിലേക്ക് കയറുക. സടക് നിർമ്മാൺ കാര്യ കൃപയാ ധീരെ ചലോ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒട്ടും ഓടിക്കാൻ തന്നില്ല. നേപ്പാളിലൊരു 100 കിലോമീറ്റർ പോലും ഓടിക്കാൻ പറ്റില്ല. ഒരു 50 കിലോമീറ്റർ ഓടിച്ചാണ്. 50 ഓടിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു. 10-20 കിലോമീറ്റർ ഓടിച്ചാണ്. അതെ, അവിടെ ഗോതമ്പ് കൊയ്യുന്നു, കൊയ്ത്ത് മിഷൻ വെച്ച്. പിള്ളേരൊക്കെ ഉണ്ടല്ലോ കൂടെ. കൊയ്ത്തൊക്കെ ഒരു ആഘോഷമല്ലേ? അതെ അതെ. നീന്താറേ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ചുമയായിട്ടാന്ന് തോന്നുന്നു. ഓ, അതുകൊണ്ടല്ല ഇന്നലെ ഉറങ്ങാത്തോണ്ടാ. 2:30 കിടന്നേച്ച് 6 മണിക്ക് കയറ്റാ പിന്നെ ഉറക്കം വരികയല്ലേ? അങ്ങനെ കുഴപ്പമില്ല, ഓടിക്കാൻ തുടങ്ങുമ്പോ അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ചുമയായിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ മൂക്കിൽ ഇങ്ങനെ 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 വരില്ലേ, ഒരു ഇറിറ്റേഷൻ അങ്ങനെ. പിന്നെ ഇവിടുന്ന് കൂടുതലും ഒന്നെങ്കിൽ ഗോതമ്പ്, റവ, മൈദ, അല്ലെങ്കിൽ മുറുകിദാന, തവിട് ഒക്കെയാ ലോഡാകുന്നത്. നമ്മള് പണ്ട് വന്നപ്പോഴും പിന്നെ റവയായിരുന്നു കൊണ്ടുപോയെന്ന് തോന്നുന്നു. റവയാ നമ്മൾ കൊണ്ടുപോയത്. ഒരു പ്രാവശ്യം മൈദ. ഇന്നാള് ലക്നൗ വന്നപ്പം ഗോതമ്പ കൊണ്ടുപോയേ. അത് ഗോതമ്പിന്റെ ഇതുപോലെ സീസണിലായിരുന്നോ? എവിടെ കിടന്ന ഗോതമ്പ് ഇടുന്ന നാട്ടിൽ വരച്ചിരുന്നത്. ആ പിന്നെ ആഹാ, കർണാടക കിടന്ന് അവിടെ കിടന്ന പ്ലൈവുഡ് ആണല്ലോ ഇപ്പൊ നേപ്പാളിലിരിക്കുന്നത്. കാഠ്മണ്ഡു ചെന്നില്ലേ? അയ്യോ, പറഞ്ഞാലേ ഇപ്പൊ നമ്മുടെ കോയ ഉറങ്ങാൻ പോയി. അതെ, ഉറങ്ങട്ടെ, നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങട്ടെ. അതെ, അത് കഴിഞ്ഞ് വേണേ ചേട്ടായും കിടന്നുറങ്ങിക്കോ, അല്ലെ ഇപ്പൊ വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോ കേട്ടോ. ഇപ്പൊ ഉറങ്ങിയാലേ ഇപ്പൊ ലോഡിന്റെ നോക്കണ്ടേ? ആ സൈഡ് നല്ല വനം. അതെ, UP-യിൽ ഇതുപോലെ വനം ഇവിടെ അടുത്തുണ്ടായിരുന്നു അല്ലേ? ആ, ഒരേ സൈസ് മരങ്ങളാണ്ടോ. ഈ മരങ്ങളാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത്, ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ കാണുന്നത്. കുറ്റിച്ചെടികളും അതുപോലെ തന്നെയല്ലേ, നിറച്ചും ഒരേ ടൈപ്പ്. ഇത്ര നേരം കണ്ട പോലുള്ള സ്ഥലമല്ലല്ലേ? നിരപ്പാണേലുവേ വലിയ പൊക്കമുള്ള മരങ്ങൾ. നല്ല കാറ്റാ, വണ്ടിയിലോട്ട് നോക്കിയേ. എന്തോലും അവിടെ ഇറങ്ങിയിട്ട് പോകുന്ന പൊടി മൊത്തം കാറ്റടിച്ച്. ചുഴലിക്കാറ്റാണോ? കുറച്ച് ദൂരം വനമുണ്ടല്ലോ.
കുറേ ദൂരമുണ്ട്. റൈറ്റ് സൈഡ് മുഴുവൻ തേക്കും തോപ്പ് പോലെ തേക്കാം. ഇവിടെ നല്ല മാവും തോപ്പുണ്ട്. പൂവൊക്കെ വിരിഞ്ഞിട്ട് പൊഴിഞ്ഞു പോയാന്ന് തോന്നുന്നു കേട്ടോ, കാറ്റടിച്ച്. മാവലല്ലേ? ആ, അപ്പോൾ ലോഡിൻ്റെ കാര്യമൊന്നും ഇതുവരെ സെറ്റായിട്ടില്ല. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. 11:45 ഇപ്പം പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 11 മണിക്ക് വന്നതായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ലോഡ് സെറ്റായത്. 2 മണിയായി. നീ ചെല്ലുമ്പോൾ അറിയാം ഇന്ന് കയറ്റുമോ നാളെ കയറ്റുള്ളൂ എന്നൊക്കെ. ഇന്ന് കയറ്റുമെന്നാണ് പറയുന്നത്. ഇന്ന് കയറ്റിയാൽ നല്ലതായിരുന്നു. അതെ. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റേണ്ട ഗോരഖ്പൂരിൽ നിന്ന് തന്നെയാണ്. കുറച്ച് ടൗണിന് അപ്പുറയാന്നാണ് പറഞ്ഞത്. ലൊക്കേഷനൊക്കെ തന്നിട്ടുണ്ട്. നേരെ അങ്ങ് പോയി നോക്കാം. അതെ, പോയി നോക്കാം. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. ശരിക്കും നമുക്ക് പോകേണ്ട ആ ഹൈവേ കൂടെ പോകേണ്ടത്. പക്ഷെ നമുക്ക് ലോഡ് കയറ്റേണ്ടത് ഇവിടുന്നാണ്, ടൗണിലേക്ക് പോകുന്ന വഴിക്കാണ്. നല്ല അടിപൊളി കാറ്റാണ്. നോക്കി, നദിയിൽ വെള്ളമുണ്ട് കേട്ടോ. ചെറിയൊരു നദി അല്ലേ? ആ, ചമ്മല വെള്ളമുണ്ട്. ഗോരഖ്പൂർ 12 കിലോമീറ്റർ. തണുപ്പൊക്കെ അങ്ങ് പോയി. ഇവിടെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ടെമ്പറേച്ചർ 39. പക്ഷെ ഈ കാറ്റടിക്കുന്നതുകൊണ്ട്, കാറ്റിങ്ങനെ വീശുന്നതുകൊണ്ട് അത്ര അങ്ങ് ചൂട് തോന്നുന്നില്ല. മൊത്തം ഫ്ലൈ ഓവറുകളാണല്ലോ. ഇലക്ട്രിക് വണ്ടിയാണ്. യുപിയിൽ ഈ ടൈപ്പ് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. എ സിയാ. ട്രെയിലറെ കൊണ്ട് മെറ്റൽ ഇറക്കുന്നുണ്ട്. മെറ്റൽ വലിച്ചിറക്കുക. അതെല്ലാം അതുണ്ട്. അതൊരു തടാകം പോലെ കുറേ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ചതുപ്പ് നിലങ്ങളാണ് ഇവിടെ എല്ലാം. കുതിര കിടക്കുന്നുണ്ടോ? ഉടയന്മാരൊന്നും ഇല്ലേ? അതെ. അപ്പൊ നമ്മൾ കമ്പനിയിലേക്ക് അടുത്തു. അയ്യോ, ഭയങ്കര കാറ്റാട്ടോ, പൊടി. ഇവിടെ തന്നെയാണ് കമ്പനിയുടെ മുന്നേ വന്നത് നമ്മൾ. അകത്തോട്ട് ഇപ്പൊ പ്രവേശനം ഉണ്ടോ അതോ ഇവിടെ കിടക്കും? അതവിടെ നമ്പറൊക്കെ എഴുതി കൊടുത്തു. അതിനിപ്പോൾ ഇവിടുന്ന് അകത്ത് റിപ്പോർട്ട് കൊടുത്തിട്ട് ലോഡ് കയറ്റുന്ന സമയത്ത് നമ്മളെ വിളിക്കും. ഇതെല്ലാം കമ്പനിയിലേക്ക് ലോഡ് ഇറക്കാൻ വരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അതെ. നമുക്ക് കൊണ്ടുപോകാനുള്ള വല്ല ലോഡ് വേണോ? ഈ സാധനമൊക്കെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണ്ടേ. സ്വാദിഷ്ടമായ കഞ്ഞിയും സ്വാദിഷ്ടമായ ചമ്മന്തിയും. കഞ്ഞി വെച്ചോണ്ട് എന്തെങ്കിലും സമയത്ത് കഴിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? നല്ല ഉറക്കമായിരുന്നു. സുഖം ഉറക്കമായിരുന്നു അല്ലേ? കുറച്ച് നേരം കൂടെ ഇറങ്ങിക്കൊള്ളാം. ഇനി ഉറങ്ങാം. ഇതേപോലെ ലോഡ് കയറ്റുമെന്നൊന്നും അറിയത്തില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് കയറ്റി കിട്ടും. അതെ. അറിയത്തില്ല. ഇന്ന് കയറ്റുമെന്നാ പറഞ്ഞേ. ആദ്യം നാളെ എന്ന് പറഞ്ഞു, പിന്നെ ഇന്ന് കയറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വന്നത്. ഇനി എങ്ങനെയൊക്കെ ആവുമെന്ന് ദൈവം തമ്പുരാൻ മാത്രമേ അറിയുള്ളൂ. കയറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. ഇതിൽ കൂടുതൽ തന്നെ വേണം. കഞ്ഞി, തേങ്ങാ ചമ്മന്തി, വൻപയർ മെഴുക്ക് പുരട്ടി, അച്ചാറ്, നാരങ്ങ അച്ചാറ്, പിന്നെ കഞ്ഞിക്ക് ഉപ്പും. അതെ, ഉപ്പ് മാത്രം മതി വിശക്കുമ്പോൾ. ഇപ്പോഴേ സമയം 4:30 അപ്പോൾ വണ്ടി ലോഡ് കയറ്റാൻ വേണ്ടി അകത്തേക്ക് എടുക്കാൻ പറഞ്ഞു. മെയിൻ ഡ്രൈവർ ഉറങ്ങിപ്പോയി. ഇന്നലെ ഉറക്കമൊന്നും ശരിയായില്ലല്ലോ. അതെ. അതുകൊണ്ട് ഇതുണ്ട്. ഇത് ഉമിയാണെന്ന് തോന്നുന്നു. ഉമി കൂട്ടിയിട്ടേക്കുന്നല്ലേ മല പോലെ. ഇവിടെ വേറെ കുറേ വണ്ടികളും ലോഡ് കയറ്റുന്നുണ്ട്. നമ്മളാ ഏറ്റവും ലാസ്റ്റെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ പടുത അഴിച്ചിട്ട് ഈ സാധനം ഈ ലോറിൻ്റെ മുകളിലെങ്ങാനും ആക്കണം. ഇല്ലെങ്കിൽ പിന്നെ അതിന് മുകളിൽ വെക്കാൻ പറ്റുമല്ലോ. സൈഡിലെങ്ങാനും ആക്കണം. പോട്ടെ പുറകോട്ട് പോട്ടെ. അതെ, ഇവിടെ ഈ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുക. നേരെ പോട്ടെ. അങ്ങ് പോകണം. അങ്ങ് പോകണം. അങ്ങ് പോട്ടെ. ഇങ്ങോട്ട് തിരിച്ചോ. പഴയ കമ്പനിയാണ്, ഒത്തിരി പഴയ കമ്പനിയാണ്. അങ്ങനെ മതി, പോട്ടെ. അത് മതിയായിരിക്കും. പിന്നെ വേണേൽ അവർ പണിക്കാർ വന്നിട്ട് നല്ലോണം ഇടാം. മതി. അപ്പോഴേ ഇതാദ്യം അഴിക്കണം. നമുക്ക് കയറിലഴിച്ച് പടുതാക്കി മടക്കാം. പരിപാടി തുടങ്ങിയേക്കാം. ഇപ്പം ഇത് അഴിച്ചിട്ട് കയറും കൊണ്ട് നമുക്ക് മടക്കി ഇടാം. എത്ര എണ്ണം അഴിച്ചു? 12 ടണ്ണുണ്ട്. ഇത് 10-700 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൂടെ കാണുമ്പോൾ വെയിറ്റ് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. ഇരുമ്പ് കൂടല്ലേ? വലിച്ചിട്ട് അതിനകത്തൂടെ ഇതേ ഈ കയറ് നല്ല കയറാണ്. നല്ലപോലെ ടൈറ്റ് ആവും. കെട്ടിയാൽ അവിടെ നിൽക്കും. അപ്പം ഞാൻ പ്രസ് ഇടും. അതെ, നല്ല പൊടിയാണ്. നിങ്ങൾക്ക് 2 പേർക്കും പൊടി അടിക്കത്തില്ല. എന്നാൽ മുത്തിന് ചുമയും കൂടെ ആയതുകൊണ്ടേ. അതുകൊണ്ട് ഞാൻ അഴിക്കാം. അങ്ങനെ ഈ പോരെ. സൈഡിൽ കൂടെ ചവിട്ടി ഇങ്ങനെ വരും.
ബാലൻസ് ഇല്ല, ഇര ചവിട്ടാൻ പറ്റത്തില്ല. അങ്ങനെ ചവിട്ടി പതുക്കെ ഇങ്ങനെ ഇറങ്ങിയാൽ മതി അങ്ങോട്ട്. അവിടെ ഒന്നുമില്ല. അപ്പേ ഡോറും കൂടെ തുറന്നേക്കാം. വിട്ടോ 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 പിടിക്കോ? വിട്ടോ വിട്ടോ വിടുവാ. ആ. അപ്പോഴേ ഇവിടെ വന്ന് നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ കണ്ടു കിട്ടി. എൻ്റെ പേരെങ്ങനെ? അനിൽകുമാർ. കൊല്ലം. കൊട്ടാരക്കര. ആ, ഒരുപാട് കാലമായോ ഇവിടെ വന്നിട്ടതോ? ഇവിടെ ഞാൻ 2 വർഷമാണ്. ഗുജറാത്ത്. ആ ആ ആ. അപ്പൊ ലോഡ് കയറ്റാനായിട്ട് വണ്ടിയൊക്കെ പിടിച്ചിട്ട് പണിക്കാരൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്കേ മൊത്ത വണ്ടിക്കകത്ത് കയറിയിരുന്നു. അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, പൊടിയൊന്നും അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കേ പിന്നെ ഈ പ്ലാന്റ് ഒന്ന് കാണാം. നമ്മുടെ അനിൽ ഭായ് ഉണ്ടല്ലോ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശരിക്കും എന്നാക്കെയാ തവിടിന്റെ എണ്ണ എടുക്കുന്നുണ്ട്, കടുകിന്റെ എണ്ണ എടുക്കുന്നു. ആ ശരി. ആ, തവിടിന്റെ ഉണ്ട്, കടുകിന്റെ ഉണ്ട്. കടുകിന്റെ എണ്ണ എടുത്തിട്ട് പിന്നെ അതിന്റെ വേസ്റ്റ് വരുന്നതാണ് കാലിത്തീറ്റയ്ക്ക് നമ്മളിപ്പോ കയറ്റാൻ പോകുന്ന സാധനം. തവിടിന്റെ അതും അങ്ങനെ തന്നെ കാലിത്തീറ്റയ്ക്കാ പോകുന്നത്. അത് രണ്ടും മിക്സ് ആക്കി വിടും അതോ സെപ്പറേറ്റ്? ഇതന്നെ ഇത് തവിട് വരുന്നത് ഡ്രൈ ആക്കാനുള്ള സാധനം. ആ, ഈ പൈപ്പിൽ കൂടെ വരുമോ? അല്ലല്ല, അപ്പുറത്തെ എലിവേറ്റർ ഉണ്ട്. ഇതല്ലേ? ഇതാണ് സാധനം. ഇത് തവിടിന്റെ. ഇതാണ് തവിട്. ഈ തവിടാണ് ചെറിയ ചെറിയ പലറ്റ് പോലെ ഉണ്ടാക്കി കയറ്റി വിടും. അതിന്റെ മനസ്സിലാവും. മറ്റേ കാലിത്തീറ്റയ്ക്ക് വരുന്നുണ്ടല്ലോ ഇങ്ങനെ നീളമുള്ള സാധനം. അത് ആ മെഷീനകത്ത് കയറുമ്പോഴാണ് അങ്ങനെ ഇതാവുന്നത്. ആ മെഷീനകത്ത് അല്ലേ? ആ ശരി. എങ്ങനെ? ഇതിനകത്ത് കുക്കർ എന്നാ പറയുന്നത്. ഇതിനകത്ത് കുക്കായിട്ട് ഈ മെഷീനകത്ത് ഇതിനകത്തോട്ട് ഇങ്ങോട്ട് വരും. ഇതിനകത്ത് വീഴുമ്പോ പലറ്റ് പോലെ ഇങ്ങനെ വീഴും. ഓ, അങ്ങനെ ആക്കി വരും അല്ലേ? ഈ മെഷീനകത്ത് ഇതിനകത്താണ് അത് അങ്ങനെ ആക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. സാധനം കിടക്കുന്നുണ്ട്. ഇത് തന്നെ അതിന് മനസ്സിലായി, സംഭവം മനസ്സിലായി. കാലിത്തീറ്റ ഇങ്ങനെ ഇതല്ലേ? ആ, പിണ്ണാക്ക് മറ്റേ ഇതല്ലേ പരന്നല്ലേ ഇരിക്കുന്നത്? ഇത് ഈ ടൈപ്പ് പെല്ലറ്റ് പോലെ ഇങ്ങനെ വരികയല്ലേ? അതാ സാധനം. ഇതിലിങ്ങനെ നിരന്നങ്ങ് പോകും. അന്നേരം ഫാനൊക്കെ ഉണ്ട് അതിനകത്ത്. ഫാൻ കൊണ്ട് അത് തണുപ്പിക്കും. ഇതിനകത്ത് വരുന്ന ചൂടായിട്ട് വരും. അതിനകത്ത് ചൂടായിരുന്നു. അവിടെ പോയിട്ട് അവൻ പ്ലാന്റിലേക്ക് ഒരു കൺവെയർ പോകുന്നുണ്ട്. ആ കൺവെയർ വഴി അങ്ങ് പ്ലാന്റിൽ വരും. അതന്നെ അവിടെ വരുന്നത്. അതിനകത്ത് അവിടെ അത് തന്നെയാ? അല്ലല്ല, അതിപ്പോ നമ്മൾ പറഞ്ഞില്ലേ പിണ്ണാക്ക്, അതിന്റെ അവിടെ വലിപ്പമുള്ള ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് വന്ന് കണ്ടു വരാം. അപ്പൊ ഇത് പിണ്ണാക്കാണ് ഈ വരുന്നത്. അതെ, ആ പൊട്ടിച്ചിടുന്നത് കടുകിന്റെ പിണ്ണാക്ക, അതായത് എണ്ണ എടുത്തതിന്റെ പിണ്ണാക്ക. അത് വെളിയിൽ നിന്ന് കൊണ്ടിരുന്ന ഇവിടെ ഈ എണ്ണ എടുക്കുന്ന കമ്പനിയിൽ നിന്ന്. അതാണ് ഇതുണ്ട്. ഇതുപോലെ വരും നമ്മുടെ പിണ്ണാക്ക് പോലെ തന്നെ. അതുപോലെ തന്നെ. അപ്പോൾ ഇതിനെ എന്നിട്ട് ഇവിടെ ഒന്നുകൂടെ ഇവർ അതിനകത്ത് നിന്ന് എണ്ണ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതാണ് ഇങ്ങനെ ഇതിലെ കയറിപ്പോകുന്നത്. ഇതിനകത്തൂടെ പോകും. കൺവേറെ കൂടെ നേരെ കയറി പോവാണ് അങ്ങോട്ട്. ഒരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത് മിക്സ് ആവുന്നത്. ആ ഹെക്സിൻ എന്ന് പറയും. ആ സാധനം ഇതിനകത്ത് വീഴുമ്പോഴാണ് ആ ഓയിൽ അതിൽ നിന്ന് ഇറങ്ങുന്നത്. ഇതിന്റെ ഈ പിണ്ണാക്കിനകത്ത് ഓയിൽ വീണ്ടും ഇറങ്ങുന്നത്. അതങ്ങനെ രണ്ടുകൂടെ മിക്സ് ആയിട്ടുള്ളതായത്. ശരി. അവിടുന്ന് വന്ന പിണ്ണാക്കാ കിടക്കുന്നത് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. കൺവെയർ വഴി അതിങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്തേക്ക്. അപ്പൊ അതിനകത്ത് പിണ്ണാക്കിനകത്തുള്ള ഓയിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. സ്ലോവില് ഈ പിണ്ണാക്കിൽ കിടക്കുന്നില്ലേ, അവിടുന്ന് ഓരോ ഇതിൽ കൂടെ ഇങ്ങനെ കടന്ന് വരുമ്പോ ഇവിടെ വരുമ്പോഴത്തേനും അതിന്റെ അകത്ത് ഓയിൽ മയം പൂർണ്ണമായിട്ട് മാറും. വളരെ സ്ലോവിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പം വന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങോട്ട് വന്നത്. വീഡിയോ പകല നാം ക്യാ ആപ്കാ? രാജാറാം. നിങ്ങൾ അപ്പുറത്തോട്ട് പോയപ്പോ വണ്ടി ഇങ്ങോട്ട് നീക്കിയിടാൻ പറഞ്ഞു. ഇവിടെയാ ലോഡിംഗ് പോയിന്റ്, അവിടെ അല്ല. അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് എങ്ങനെ ലോഡ് കയറ്റാനായിട്ട് തുടങ്ങി. അപ്പം ഈ സാധനം എന്നായിരുന്നു? സാധനം എന്നാ? കടുകെണ്ണ എടുത്തതിന്റെ വേസ്റ്റ്. വേസ്റ്റ് അല്ല, അതിന്റെ പിണ്ണാക്ക്, കടുകിന്റെ പിണ്ണാക്ക്. അതെ, ഇതെല്ലാം നമുക്ക് വണ്ടിയെ കയറ്റാനുള്ള ലോഡാ. അതെ, എണ്ണിക്കോണം കേട്ടോ. കോ ഡ്രൈവറുടെ പണിയാണ് ഇതൊക്കെ. ഈ ചാക്ക് എണ്ണിക്കോണം, എത്ര ചാക്ക കയറ്റുന്നതിനൊക്കെ. എണ്ണാൻ ഒരാളെ ഞാനിത് അവിടെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് ജലദോഷമായി വയ്യാണ്ടിരിക്കുന്നോണ്ട് എൻ്റെ ശിഷ്യനാണ് അവിടെ നിൽക്കുന്നത്. ശിഷ്യനല്ലേ?
ഏതൊക്കെയാലും ശിഷ്യൻ നല്ലപോലെ പറഞ്ഞെല്ലാം സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ആ പെട്ടെന്ന് പരിപാടികൾ നടക്കുന്നുണ്ട്. ആ അപ്പോൾ നമ്മുടെ 2 തമിഴ്നാട് വണ്ടി ഇവിടെ ലോഡ് കയറ്റുന്നുണ്ട്. അവരിന്ന് ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു, 2 ദിവസമായി വന്നിട്ടെന്നാണ് പറഞ്ഞത്. ഊരെങ്ക് തൃച്ചെങ്കോടാണ്, ശങ്കഗിരി, എടപ്പാടി. എടപ്പാടിയൊക്കെ നമ്മൾ പോകുന്ന വഴിയാണ്, സേലം ശങ്കഗിരിയൊക്കെ. ഇതുണ്ട്, ഇത് ഉമിയാണ് കിടക്കുന്നത്. ഇത് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബോയിലറിൽ. നല്ല സ്വർണ്ണ കളറുള്ള മണലാന്ന് തോന്നുന്നു അല്ലേ? മണല് കിടക്കുന്നവരുണ്ട്. ഈ ഉമിയൊക്കെ കരിച്ചിട്ടാണ് പല്ല് തേക്കാനുള്ള ഉമിക്കിരിയില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ ഉമിക്കിരിയും ഉപ്പും കൂടെ കൂട്ടിയിട്ടിട്ട് പല്ല് തേക്കുമായിരുന്നു. നിറയെ കൊതുക, ഭയങ്കര കൊതുക. ഇത്രയും കൊതുക് വാന്തിയിലെ മേത്തെല്ലാം പൊടിയായി. അപ്പടി ഇനി കുളിക്കാതെ വണ്ടിക്കകത്ത് കയറാൻ കൊണ്ടുവരുന്നത് കുളിക്കണോ ഇനി? ഇവിടുത്തെ കൊതുകല്ല ഇത്രയും ദിവസം പണിക്കാരുടെയൊക്കെ ചോര കുടിച്ച് മടുത്തിരിക്കുകയാണ്. അന്നേരം നമ്മൾ വന്നത്. അപ്പം മലയാളികളുടെ ചോര കണ്ടപ്പോ അല്ലേ? അതെ അതെ. പിന്നെ ഇടയ്ക്ക് അനിലിയേട്ടന്റെ ചോര ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത്. കാര്യം ഇന്നേക്കാലുവേ വന്ന് വലിയ താമസമില്ലാതെ തന്നെ നമ്മൾ ലോഡ് കയറ്റി തീരാറായി. ഇവരെ ആൾ കൂടുതലും ഉണ്ട്, പെട്ടെന്ന് കയറ്റുന്നുണ്ട്. മുകളിൽ നിൽക്കുന്ന ആളുടെ നമ്മുടെ കല്ലുകുത്തി പോലെ 2 കമ്പി ഇരിക്കുന്നുണ്ടോ, അതുകൊണ്ടാണ് ഈ ചാക്ക് അങ്ങോട്ട് ഇടുക, അതെല്ലാം ഒന്ന് പിടിച്ച് നേരെയാക്കി വെക്കും. നല്ലപോലെ സെറ്റായിട്ടിരുന്നോ ഉണ്ടോ. എന്നാ എളുപ്പമാണ്. അല്ലെങ്കിൽ കൈ കൊണ്ട് നമ്മൾ കുനിഞ്ഞ് നിന്ന് അത് നൂർക്കണമെങ്കിൽ എന്നാ പാടാ. ഇത് ഒരു ബാലൻസാ. ഉണ്ടോ, അത് നേരെ തന്നെ നിന്ന് അതുകൊണ്ട് വലിച്ചാൽ നിൽക്കണ്ടോ. തൂക്കണം, വെയിറ്റ് കൂടുതലുണ്ടായി ഇറക്കണം, കുറവുണ്ടായി ഇനി കയറ്റണം. ഇവിടെ തന്നെ വേബ്രിഡ്ജ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട്. അതുകൊണ്ട് എളുപ്പമുണ്ട്, തൊട്ടടുത്തുണ്ടല്ലോ. കമ്പനിക്കകത്ത് തന്നെ വേബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് ഏക്കലും എളുപ്പമുണ്ട്. അപ്പോൾ 4 ചാക്ക് തിരിച്ചിറക്കുക. ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ടായി, 10-250 കിലോ കൂടുതലുണ്ടായിരുന്നു. വേബ്രിഡ്ജ് ഇതിനകത്ത് തന്നെ ആയതുകൊണ്ട് എന്ത് എളുപ്പമാണ്. അകത്തുനിന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഒറ്റ വണ്ടിപ്പാട് ദൂരമുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യമാണ്. അല്ല, അത് കഴിഞ്ഞ് പടുതാക്കി ഇട്ടാലും മതിയല്ലോ. നോക്കിയിട്ട് ഇനി ഒന്നുകൂടെ തൂക്കണം, ഇറക്കിയിട്ട്. എന്താ സൗകര്യം അല്ലേ? അതെ അതെ, എല്ലായിടത്തും ചെല്ലുമ്പോഴും ഇങ്ങനെയായിരുന്നു, എന്തല്ലായിരുന്നു. അതാണ്, ഇച്ചിരി പൊടിയൊക്കെ ഉണ്ടായാലും കമ്പനിക്കകത്ത് തന്നെ വേബ്രിഡ്ജ് ഉണ്ട്, എന്ത് സൗകര്യം. ചാക്ക് താഴെ പോകല്ലെന്ന് പതുക്കെ പതുക്കെ പുറകോട്ട് എടുക്കണം. പൊറോട്ടെ നേരെ പുറകോട്ട് പോയാൽ മതി. നിൽക്ക് ആ വണ്ടി ലോഡ് കയറ്റാൻ വേണ്ടി പിടിക്കാൻ വേണ്ടിയിട്ടാ. ഗ്ലാസ് പൊക്കി വെച്ചോ, കൊതുക് കയറും. ഗ്ലാസ് അകത്ത് വെച്ചേക്കാം. പോട്ടെ നേരെ പോട്ടെ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാൽ പോറായോ? ആണോ? നിന്നല്ലേ റൂമിൽ ചെന്നേ ഇപ്പം അല്ലേ? ശരി. അക്കെല്ലാം പെട്ടെന്ന് ലോഡൊക്കെ കയറ്റി കിട്ടി, സെറ്റായി. ഇപ്പം അവർ ആ വണ്ടിയും കൂടെ കയറ്റി കഴിഞ്ഞിട്ട് പടുതായിട്ടാൻ കൂടാന്ന് പറഞ്ഞു. കണ്ടതിൽ സന്തോഷം. നമ്മൾ ലോഡ് കയറ്റിയിട്ട് കുറച്ച് സമയം ആയായിരുന്നു. ഇപ്പോൾ പണിക്കാരപ്പുറത്ത് വേറൊരു വണ്ടിയിൽ ലോഡ് കയറ്റാൻ പോയായിരുന്നു. ഇപ്പോഴാണ് പടുത ഇടാനായിട്ട് വന്നത്. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടത് തമിഴ്നാട് വണ്ടിയിലെ അണ്ണന്മാരും പിന്നെ ആ ഭായിമാരും ഉണ്ട്. ഇപ്പോൾ ഏകദേശം പടുതയൊക്കെ കെട്ടി തീരാറായി. കെട്ടിപ്പരിചയമില്ലാത്ത മുകളിലും താഴെയും കൂടെ നിന്ന് പാടാ. മുകളിൽ നിൽക്കുന്ന ആൾക്ക് കയറ് കെട്ടിയും വലിച്ചൊന്നും ഒട്ടും പരിചയമില്ല. താഴെ നിൽക്കുന്ന ആൾക്ക് പിന്നെ കുറച്ചൊക്കെ അറിയാം കെട്ടാനൊക്കെ. ഇപ്പം വണ്ടി ലോഡെല്ലാം കയറ്റി പടുതായെല്ലാം ഇട്ട് കെട്ടി എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. ബില്ല് കിട്ടിയാൽ പോവാം. നമ്മുടെ മുന്നേ കയറ്റിയ വണ്ടിയുടെ ഒന്നും ബില്ല് കിട്ടിയിട്ടില്ല. തമിഴ്നാട് വണ്ടികളുടെ ഇതല്ല, 2 വണ്ടിയും ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വണ്ടിയൊക്കെ ബില്ല് കിട്ടാൻ വേണ്ടി നിൽക്കുന്നത്. ഈ വണ്ടി ഇങ്ങോട്ട് ലോഡ് ഇറക്കാൻ വേണ്ടി വന്ന വണ്ടിയാണ്. അപ്പുറം കിടക്കുന്ന വണ്ടി ലോഡ് കയറ്റി നിർത്തിയേക്കുന്നത്. ഇതിനെല്ലാം ബില്ല് ഒരുമിച്ചേ വരുള്ളെന്ന് തോന്നുന്നു. 11 മണിയാവുമെന്ന് പറഞ്ഞു. സമയം ഇപ്പോൾ 10:30 ആയി. ആദ്യം 10 മണിക്ക് ബില്ല് വരുമെന്ന് പറഞ്ഞു, ഇപ്പോൾ 11 മണിക്ക് വരുമെന്ന് പറഞ്ഞു. സമയം 10:30 ആയി. ഇപ്പോൾ ഈ കമ്പനി 24 മണിക്കൂറും വർക്കിങ്ങാണ്. ഇപ്പോഴും അതവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുക. നിറച്ച് വെച്ചിരുന്ന എല്ലാം കയറ്റി അടുത്ത പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കൊതുക് കുത്തിയിട്ട് ഒരു രക്ഷയില്ലെന്ന്. വണ്ടിക്കകത്ത് കയറിയിരുന്നോ? കൊതുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണം അടിച്ചിട്ടിരിക്കാനും വയ്യ. അതല്ലേ, ഇതെന്നോ കൊതുകാന്ന്. ചേട്ടായി കൊത്തുന്നില്ലല്ലേ? എന്നെ കടിക്കുന്നതില്ല. ഓഹോ, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളൂ. ബില്ല് കിട്ടി നമുക്ക് പോകാം, വേറെ താമസമൊന്നും ഇല്ല. ഇനി ബില്ല് കിട്ടണമല്ലോ. അപ്പോഴേ ബില്ല് എപ്പം വരുമെന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. നമുക്ക് കിടന്ന് ഉറങ്ങാം. എല്ലാ വണ്ടിക്കാരെല്ലാം കിടന്ന് ഉറങ്ങി. അവരെല്ലാം കിടന്നുറങ്ങി. നോക്കിയിരിക്കണ്ട. അതെ, ഇന്ന് കാര്യം വന്നപ്പോഴേ ലോഡൊക്കെ കയറ്റി കിട്ടിയതായിരുന്നു. അതെ, ബില്ല് കിട്ടുന്നില്ല. ഇപ്പം സമയം 11:30 തോന്നുന്നു. 11:15 ഒരാൾ പറഞ്ഞ് 11:30 വരുമെന്ന് പറഞ്ഞു. 10 മണിയൊക്കെ വരും.
11 വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എപ്പം വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. എപ്പോഴേലും വരും. അതെ, നമുക്ക് കിടന്നുറങ്ങാം. ഒന്ന് മയങ്ങാന്നോർത്തോണ്ട് അങ്ങോട്ട് കിടന്ന് കണ്ണിലേക്ക് ഉറക്കം വന്നില്ല. അതിനിപ്പുറം വന്ന് കൊട്ടി വിളിച്ചു ബില്ലായെന്നും പറഞ്ഞോണ്ട്. അപ്പോൾ സമയം 12 മണി ആറായി. അപ്പോഴേ ഈ വണ്ടിയുടെ പുറകെ പോവാം. വേറെ ടൗണിൽ കൂടെ കയറിയൊരു വഴിയുണ്ട്, ബൈപ്പാസ് കയറാതെ എന്ന് നമ്മുടെ ജബൽപൂർ റോഡിലേക്ക് കയറും. അപ്പം ഒരു 10-20 കിലോമീറ്റർ ലാഭമുണ്ട്, 2 ടോളും കുറവുണ്ടെന്ന് പറഞ്ഞു. ഇവർ മുന്നേ പോവാണ്, വിട്ട് പറയാതെ നമ്മൾ ഒരു വണ്ടി ഉണ്ട്. അവർ രണ്ടും ഒരേ കമ്പനി വണ്ടിയാണ്, പുറകെ കിടക്കുന്ന വണ്ടി. വൈകുന്നേരം വലിയ ചൂടൊന്നുമില്ല, ചെറിയൊരു തണുപ്പുണ്ട്. ആ വണ്ടിക്കകത്തൊക്കെ കൊതുവലയിട്ട് ആൾക്കാർ കിടക്കുന്ന, ഡ്രൈവർമാർ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ കൊതുവല്ലോ ആണോ? കൊതുതിരിയും കത്തിച്ചു പിടിച്ചോണ്ടിരിക്കുക. ലോറി ജീവിതം എന്ത് കഷ്ടപ്പാടുകൾ നിറഞ്ഞതല്ലേ. അതെ അതെ, എല്ലാ വണ്ടിക്കകത്തും കൊതുകുണ്ട്. ഉണ്ട്. കൊതുക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൊതുക് ചില്ലറ കൊതുവാണോ? നമ്മളെ എടുത്തോണ്ട് പോകും. അപ്പൊ കാഠ്മണ്ഡുവിൽ നിന്നും കേരളത്തിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങിയാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് ഒരു ശകലം ലോഡ് കയറ്റിക്കൊണ്ട് വന്ന് ഗോരഖ്പൂർ വന്ന് ഗോരഖ്പൂരിൽ നിന്ന് ബാക്കി ലോഡ് ഇവിടെ കയറ്റി. ഇപ്പൊ ഫുൾ ലോഡായി. ഇപ്പഴാ വണ്ടിക്കൊരു ഗുമ്മ വന്നേ. അതെ, മുന്നേ പോന്നെ തമിഴ്നാട് വണ്ടിയാണേലും അതിലെ ഡ്രൈവർമാര് മധ്യപ്രദേശുകാരാ രണ്ടുപേരും. നമ്മളെ അതിലേ വന്നേ, അത് ബൈപ്പാസിലേക്ക് പോകുന്ന വഴിയാ. നമ്മൾ ടൗണിൽ കൂടെയാ പോന്നെ. അപ്പൊ ഇതിലേ വന്നതുകൊണ്ട് നമുക്ക് ഗോരഖ്പൂർ ടൗൺ വഴി അങ്ങ് കയറിപ്പോ. 12 മണി ആയതുകൊണ്ട് എന്ത് ശാന്തമാണെന്ന് നോക്കിയ ടൗൺ. അതെ അതെ, ഗോരഖ്പൂർ വലിയ ടൗണാ. ഇത് ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്, മനകാമന എന്നാണല്ലോ എഴുതിയേക്കുന്നത്. ദേവീക്ഷേത്രമായിരിക്കും. ഇതൊക്കെ നമ്മൾ കയറ്റിയെടുക്കുന്ന കയറ്റിയിലോടാ ഈ വണ്ടി. അതെ, UP32. ഈ ലെഫ്റ്റ് സൈഡില് റെയിൽവേ ലൈനാ. ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നു. അപ്പൊ അതൊക്കെ അനങ്ങി വരുന്നുള്ളൂ. ഇവിടെ നിർത്തിയിട്ട് എടുത്താന്ന് തോന്നുന്നു. എണ്ണ ടാങ്കറാ, പെട്രോളാ. ഫ്ലൈ ഓവറിന്റെ തൂണെല്ലാം കണ്ടോ ഓരോ ചിത്രങ്ങൾ വരച്ചു വെച്ചേക്കുന്നു. നല്ലതല്ലേ, നല്ല പെയിന്റിങ്സ്. അതെ, ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് റൈറ്റിലേക്കാ പോണ്ടേ. ആ വണ്ടിയുടെ പുറകെ പിടിച്ചോ, മറ്റേ വണ്ടി പുറകെ കാണുമായിരിക്കും അല്ലേ ഒരു വണ്ടി. അത് ഒടിഞ്ഞു പോവല, എനിക്ക് റിവേഴ്സ് എടുക്കുമായിരിക്കും. ഇവിടെ തന്നെ പ്രശ്നം ഇത് ഉടക്കാണല്ലോ. ഉത്തർപ്രദേശിലെ രാപ്തി നദിയുടെ തീരത്താണ് ഗോരഖ്പൂർ നഗരം സ്ഥിതി ചെയ്യുന്നത്. മുത്ത് കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. റെസ്റ്റ് എടുത്തോ. അതെ, ഉറങ്ങുന്നില്ല, ഓടിക്കണമെന്ന് ചോദിച്ചു പിന്നെ ഏറ്റു വരിക. രാത്രി ആകുമ്പോൾ ചുമ തുടങ്ങുന്നത്, പകൽ അത്രയും ചുമയില്ല. അതുകൊണ്ട് ഫുൾ റെസ്റ്റാണ്. നാളെ രാവിലെ ഏറ്റാ മതി. നമ്മള് ഹൈവേ എടുക്കാറായോ? ഇതൊരു ഹൈവേ മോളിൽ കൂടെ പോകുന്നേ. ഇതാണോ നമുക്ക് പോകേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. ലെഫ്റ്റിലേക്ക് ഈ ഹൈവേ തന്നെയാണെന്ന് തോന്നുന്നു. യഥായത് പോലീസ് ഗോരഖ്പൂർ. മറ്റേ വണ്ടി പുറകിലുണ്ടല്ലോ അല്ലേ, ഒരു വണ്ടിയും കൂടെ ഉണ്ടോ? അറിയായിരിക്കും, അവർക്ക് അറിയത്തില്ലെന്നും പറഞ്ഞായിരുന്നു. അതല്ല, അതിന്റെ പുറകിലുണ്ട്. ഇതുണ്ട്, ഇതെല്ലാം മറ്റേ ഇതാ കച്ചിയല്ല, മറ്റേ എനിക്കറിയാം ഇതായിരിക്കും. അവിടെ കത്തിക്കാൻ കണ്ടിട്ടില്ലേ, ഉമ്മയായിരിക്കും. അപ്പൊ അതെ, ടൗണിൽ കൂടെ നമ്മൾ വന്നത് ഹൈവേയിലേക്ക് കയറി. ഇവിടെ എത്ര ക്രെയിനാന്ന് നോക്കിയേ. അതെ, ഇഷ്ടം പോലെ ഉണ്ട്. ആ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. ഒരു 8-10 എണ്ണം കിടപ്പുണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ അതേണ്ട റാപ്തി നദിയാ ക്രോസ് ചെയ്യുന്നത്. വലിയ നദിയാന്ന് തോന്നുന്നു കേട്ടോ. വലിയ നദിയാ. അവിടെ ആ നദിയുടെ തീരത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡ് ഇവിടുന്ന് ലെഫ്റ്റ്. രാത്രി പിന്നെ റോഡിൽ ലോറികൾ മാത്രമേ ഉള്ളൂ. അതേ ഒരു ഹൈവേ മുകളിൽ കൂടെ പോകുന്നത്. ഇതവരുടെ മറ്റേ വണ്ടിയാണ്, രണ്ടും ഒറ്റ കമ്പനി വണ്ടിയാണ്. അവർ എത്തി. അതൊക്കെ വലിയൊരു ഗോഡൗണാണ്. ഡെലിവറിയുടെ കേട്ടോ, ഡെലിവറിയുടെ ആ വലിയ ഗോഡൗണ്. ഡെലിവറിയുടെ വണ്ടി അങ്ങനെ അധികം കാണാനില്ല, കുറവല്ലേ? അല്ലേ, എപ്പോഴും കാണാമായിരുന്നു. അപ്പോൾ അവരൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തുക. നമ്മൾ രാത്രി ചായ കുടി ഇല്ല,
നല്ലൊരു കമ്പനി കൊടുക്കാം. കമ്പനിക്ക് ഓടിയേക്കാം. സ്പെഷ്യൽ ചായ പറഞ്ഞ കേട്ടോ, മധുരമൊക്കെ കുറച്ച് അതല്ലേ, മൺഗ്ലാസിൽ. അപ്പം നമുക്ക് നേരെ പോയേക്കാം. 1 മണിയായി. 1 മണിയായി. ഇവര് നേരെ വിട്ടു പോവുള്ളൂ, നമുക്ക് ഇച്ചിരി പതുക്കപ്പാം. പക്ഷേ ഇവര് രാത്രിയും പകലും ഓടി അങ്ങ് പോകും കണ്ടിന്യൂസ്. ഓടിച്ചോ കുറച്ചു നേരം. ഇനിയിപ്പോൾ അധികം ദൂരം ഓടിക്കണ്ടല്ലോ. അതിനാ അല്ല, കുറച്ചു നേരം ഓടിച്ചു എവിടെയെങ്കിലും കിടക്കുമല്ലേ. കിടക്കുക. ഈ വഴിയിൽ ഒരു തിരക്കുമില്ലല്ലോ, ഒരു വണ്ടികളൊന്നും കാണാനേ ഇല്ലല്ലോ. ഇത്രയും രാത്രിയായില്ലേ. അല്ലല്ലോ ഈ വഴി അങ്ങോട്ട് പോകുമ്പോൾ വാരണാസി ചെല്ലുമ്പോഴുണ്ട കുറച്ച് തിരക്കേ ഉള്ളൂ, പിന്നെ വഴി ഫ്രീയാ. ഇത്തിരി വീതിയും കൂടെ ഉണ്ടെങ്കിൽ അല്ലേ. ഇതൊക്കെ പുതിയ ടോൾ ഗേറ്റാ, ഇച്ചിരി വീതിക്ക് ഉണ്ടാക്കാനുള്ളതല്ലേ. അവിടുന്ന് പിന്നെ അധികം ഓടിയൊന്നുമില്ല. അവർ മറ്റേ 2 വണ്ടിക്കാരും പോയി. ഞാൻ ഇവിടെ ഒരു പമ്പിൽ ഒതുക്കി. ഇന്നലെ നല്ലപോലെ ഉറങ്ങിയില്ലല്ലോ, അപ്പോൾ ഇന്നിവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പോകാമെന്ന് വെച്ചു.